ഹലോ, അനന്തുവാണ്, തരംഗം മീഡിയ. ഇന്ന് നമ്മൾ 31-ാം തീയതിയാണ്. അപ്പോൾ നമുക്കിന്നൊരു വർക്കുണ്ട്. ഞാൻ നമ്മുടെ മറ്റ് വീഡിയോയ്ക്കകത്തെല്ലാം മെസ്സേജ് ഇട്ടവർക്കെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 31-ാം തീയതി നമുക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ നമ്മൾ സാധനം എല്ലാം കയറ്റുകയാണ്. നമ്മുടെ അടുത്ത് കിടങ്ങറയിലാണ്. കുറച്ചേ ഉള്ളൂ, ഇവിടുന്ന് രാമങ്കരത്ത് കുറച്ച് ദൂരമേ ഉള്ളൂ. കിടങ്ങറ ഫുൾ ഈവൻ്റാണ്. നമുക്ക് ലൈറ്റും സൗണ്ടും പാസേജുള്ള നമ്മുടെ കൊമ്പിൻ്റെ ലൈറ്റുകൾ, ഫേസ് ലൈറ്റ് എല്ലാം ഉണ്ട്. മൊത്തത്തിലുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മളിത് രാവിലെ സാധനം എല്ലാം കയറ്റാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധനമെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാറുണ്ട്, ഷാർപ്പിയുണ്ട്, സൗണ്ട് ഫുൾ കിറ്റുണ്ട്, പിന്നെ ഫേസ് ലൈറ്റ് കാര്യങ്ങളുണ്ട്. എന്നൊരു ബാൻഡിൻ്റെ എന്തോ പ്രോഗ്രാം, 3 പീസ് ബാൻഡാണ്. അപ്പം അവർ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം കയറ്റാണ്. നമുക്ക് ഔട്ട്ഡോർ ലൈറ്റുണ്ട്. ഔട്ട്ഡോർ ഒത്തിരി ലൈറ്റൊന്നുമില്ല. നമ്മൾ പാസേജ് കുറച്ച് നമ്മൾ അന്ന് ഉണ്ടാക്കിയ ബർത്ത്ഡേക്ക് നിങ്ങൾ കണ്ടില്ലേ, അങ്ങനത്തെ കുറച്ച് ലൈറ്റുകളുണ്ട്. പിന്നെ ഔട്ട്ഡോർ പാർക്കിംഗ് ഏരിയയിൽ കുറച്ച് ഇത് MH ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് മിനിപ്പേൾ, നമ്മുടെ കേബിൾ ഓരോരോ സെക്ഷനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. AC പാച്ചിങ് കേബിൾ, അതിൻ്റെ കണക്ടർ, നീളമുള്ള 30 മീറ്ററിൻ്റെ എൽക്കോമ, 3 മീറ്ററിൻ്റെ എൽക്കോമ, 5 മീറ്ററിൻ്റെ എൽക്കോമ, അങ്ങനെ അതെല്ലാം ഞാനിങ്ങനെ സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് AC-യുടെ പാച്ചിങ് കേബിളുകളെല്ലാം, ഇതിനകത്തെല്ലാം നമ്മുടെ LED ലൈറ്റിൻ്റെ മിക്സർ കേബിളും കാര്യങ്ങളെല്ലാം, മോണിറ്റർ ഓർമ്മയെടുത്ത് അകത്തുനിന്ന് നമ്മുടെ പെരക്കകത്ത് വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തോട്ട് ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അത് നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കിയാണ് കയറ്റുന്നത്. അപ്പോൾ കയറ്റുന്ന നമ്മൾ ടിക്കിടും. പിന്നെ നമ്മുടെ മിക്സർ അതിവിടെ ഇരിപ്പുണ്ട്. ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, നമ്മുടെ അമ്പലത്തിൽ ഒരു ചെറിയ ഭജൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ രാവിലെ ഞാൻ അവിടുത്തെ വള്ളത്തെ കൊണ്ടുവന്നേ ഉള്ളൂ. ഇത് സൗണ്ടിൻ്റെ കേബിളുകളാണ്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയതിൻ്റെ അകത്ത് പെട്ടിയൊന്നും ഇല്ലായിരുന്നു, അത് കാരണം കൈ പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. മൈക്ക്, മോണിറ്റർ, പിന്നെ അവരിതേണ്ട സാധനം കയറ്റുന്നുണ്ട്. അവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്പാടി ഉണ്ട്. പിന്നെ ഇതേണ്ട നമ്മുടെ ജിത്തുണ്ട്. ജിത്തൊരു ഹായ് കൊടുത്തു. പിന്നെ നമ്മുടെ സുഹൃത്തുണ്ട്, ശരത്തുണ്ട് കേട്ടോ. പുള്ളി ജോലിയുള്ള മനുഷ്യനാണ്. അപ്പം അത് ഇന്ന് എനിക്ക് ആളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന രാവിലെ. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ ഇന്ന് പരീക്ഷയുണ്ട്, വേറെന്തോ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആളില്ലെന്ന് പറഞ്ഞ് രാത്രി വിളിച്ചപ്പോൾ അവിടെ നിന്ന് ഓടി വന്ന. ഉച്ചയാകുമ്പോൾ പുള്ളി ചിലപ്പോൾ പോവും, ചിലപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞേ പോകത്തുള്ളൂ, നമുക്കറിയത്തില്ല. ആദ്യം നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഓടി വന്നു. അപ്പോൾ സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സാധനങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് സാധനം വീതം കയറ്റുക. കാരണം എന്താണെന്നറിയാം, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, മഴ ചാറുന്നുണ്ട്. രാവിലെ തൊട്ടേ മഴയാണ്. ഒന്ന് പെയ്യുക, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തോരും, പിന്നെ നല്ല വെയിൽ, അത് കഴിയുമ്പോൾ പിന്നെ മഴ. ഈ ഒരു അവസ്ഥ നിൽക്കുന്നുണ്ടേ. നമുക്ക് ഷെഡായിട്ടൊന്നുമില്ല. ഇത് കണ്ടോ, ഇതെൻ്റെ വീടാട്ടോ. വണ്ടി കിടക്കുന്ന ഒരു ഷെഡേ ഉള്ളൂ. നമുക്ക് പുറയിൽ നമ്മുടെ തന്നെ വീടിൻ്റെ അവിടെ തന്നെ ഒരു ചായ്പുണ്ട്. അവിടെ നമ്മൾ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ആ മുറി കണ്ടോ, ആ മുറിക്കകത്ത്. അപ്പോൾ അവിടുന്ന് സാധനം എടുത്ത് നമ്മൾ ഇങ്ങോട്ട് കയറ്റണം. അവർ വന്നിട്ടുണ്ട്. നമ്മുടെ രതീഷേട്ടൻ വന്നില്ല, ഇപ്പോൾ വരും. വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ്. അങ്ങ് കുറച്ച് ദൂരം കേട്ടോ. കാരണം അങ്ങ് കാണുന്നതിൻ്റെ അങ്ങ് പോകണം. ആത്രമ്പിൽ തന്നെയാണ്. അപ്പം ശരത്തും ജിത്തും അമ്പാടിയുണ്ട്. അവരിത് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പം സാധനങ്ങളൊന്ന് കയറ്റണം. ഞാൻ കുളിയും ഒന്നും കഴിഞ്ഞിട്ടില്ല, കാരണം അമ്പലത്തിൽ നിന്ന് തേണ്ട അതാണ് അമ്പലം. ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടതേ, അതാണ് അമ്പലം. ഞാൻ പൂജ പഠിക്കുന്നതും ഞങ്ങൾ പോകുന്ന ക്ഷേത്രമാണത്. വിഷ്ണുമായ ക്ഷേത്രമാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ പുറകെ വരും. ഒരു ഫുൾ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ ഇന്നലെ രാത്രി കയറ്റാമെന്ന് വിചാരിച്ചു, പക്ഷേ ഭയങ്കര മഴയായതുകൊണ്ട് നടന്നില്ല. രാവിലെ ഞങ്ങൾ പോയി വള്ളത്തെ പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ സാധനങ്ങൾ ഇതെല്ലാം കയറ്റുക. നമ്മളിത് ഷാർപ്പിയുടെ ഫ്ലൈ കേസും LED പാറിൻ്റെ ഫ്ലൈ കേസും എല്ലാം ഉണ്ട്. ഇനിയും സാധനം കയറാറുണ്ട്. ഒതുക്കി കയറ്റിയില്ലേ കയറത്തില്ല. അപ്പോൾ അവരെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കട്ട് ചെയ്യുക വീഡിയോ കേട്ടോ. എന്നാണെന്നറിയോ, ഞാനും കൂടി കൂടിയില്ലെങ്കിൽ തീരത്തില്ല. മഴ ശല്യം ഭയങ്കര വിഷയമാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം കയറ്റി ചെയ്തിട്ട് നമുക്കിനി ഇവിടുന്ന് ഇറങ്ങുന്നതും അവിടെ ചെന്ന് കയറുന്നതും എല്ലാം കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്,
സാധനങ്ങളൊക്കെ ഏറെക്കുറെ കയറി കേട്ടോ. അപ്പം മഴ പ്രശ്നമായിട്ടിരിക്കുക കേട്ടോ. മഴ അതെ രതീഷേട്ടൻ വന്നു കേട്ടോ. രതീഷേട്ടൻ ഒരു ഹായ് കൊടുത്തേക്ക്. രതീഷേട്ടനെ ഇന്നലെ മരം വെട്ടുണ്ടായിരുന്നേ, അപ്പോൾ അത് കാരണം താമസിച്ചു പോയി. ഇപ്പോൾ വന്നേ ഉള്ളൂ. നമ്മളപ്പോൾ കുറച്ച് സാധനം കയറ്റി. അപ്പം മഴ നമുക്ക് വിഷയം കേട്ടോ. നല്ല പണി തരുമോന്നൊരു പേടി. അത് കാരണം ഓടി നടന്ന് കയറ്റുക. അവരങ്ങോട്ട് പോയി. എന്നാ പറയുക, നിങ്ങളെ കയറ്റുന്ന ഫുൾ നമ്മൾ വീഡിയോയ്ക്കകത്തല്ല A to Z കാര്യം കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ മഴയത്താണെങ്കിലും എൻ്റെ ഒരു പരിപാടി പോലും നടന്നിട്ടില്ല. ഇനിയെല്ലാം എനിക്ക് ഫ്രഷ് ആവണം, ഡ്രസ്സ് മാറണം, എല്ലാം ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളെ ഈ ഫുൾ വീഡിയോ നമ്മൾ ആദ്യം തൊട്ട് എടുത്ത ദിവസം തൊട്ട് നമ്മളെ എല്ലാ വീഡിയോ സൗണ്ടിനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടാണ് കേട്ടോ. സ്റ്റാൻഡുകളെല്ലാം കയറിയിട്ടുണ്ട്. ആണ് നമ്മുടെ 3 ഫേസ് ഷോക്ക് വരുന്നുണ്ട്. ഷോക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഭംഗി ശാലം കുറവായിരിക്കും, പക്ഷേ സാധനങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ 3 മീറ്റർ കേബിൾ കേട്ടോ. അതെല്ലാം അമ്പാടി എടുത്തിട്ടുണ്ട്. എണ്ണ അനുസരിച്ചേ കൊണ്ടുപോകുന്നല്ലോ കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങൾ എടുത്തിരിക്കുന്നതിൻ്റെ ഏകദേശം എണ്ണം അറിയാം. അത് കൂടുതൽ കൊണ്ടുപോയാലും നമ്മുടെ നിന്ന് തന്നെ മിസ്സായി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ എണ്ണ അനുസരിച്ച് ഇപ്പോൾ ഒരു 10 എണ്ണം നമുക്ക് വേണമെങ്കിൽ ഒരു 12 എണ്ണം കൊണ്ടുപോകും. 2 എണ്ണം. പിന്നെ AC കേബിള് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാത്തിനും സ്ലീവ് അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്യാവുള്ളതാണ് സാംചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അത് കാരണം ഫുള്ള് നമ്മളങ്ങനെ ചെയ്യത്തുള്ളൂ. ഇതൊക്കെ നമ്മുടെ പാച്ചിങ് കേബിളാട്ടോ. 1 മണിക്കൂർ കണ്ടോ, 1 മീറ്ററിൻ്റെ ഒന്നും ഒടിയത്തില്ല. നെയിമൊക്കെ നമുക്ക് ചെയ്ത് നല്ല സെറ്റാക്കി തന്നിട്ടുണ്ട് കണ്ടോ. തരംഗം, ഓഡിയോ സാൻഡ് ഈവൻസ് കണ്ടോ, എല്ലാത്തിനും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കയറ്റാൻ ആവശ്യമായിട്ടാ. അത് സാധനം നോക്കിയിട്ടൊന്നും കയറ്റണം, ഒതുക്കിയാൽ കയറ്റണം. ഒത്തിരി സാധനമുണ്ട്. പിന്നെ നമ്മുടെ കേബിളുകളല്ല, ഇതൊക്കെ ഓരോ നമ്മുടെ സെക്ഷനിൽ ഓരോ നമുക്ക് AC എടുക്കേണ്ട സൗകര്യത്തിനാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു 32 ആംപിയറിൻ്റെ കണക്ടർ വന്നിട്ട് അകത്ത് നിന്നൊരു 16 ആംപിയറിൻ്റെ കണക്ടർ വേറെ എടുക്കാവുന്ന രീതി. അതായത് ഒരെണ്ണം നല്ല 2.5 ആട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു AC ഒരു മെയിൻ എടുക്കണമെങ്കിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഷോക്ക് ഓയിൽ, 2 ഷോക്കോ, സിംഗിൾ ഫേസ് ഷോക്ക് ഓയിലോ അല്ലെങ്കിൽ ഇവത്തിൽ നിന്നൊരു എൽകോം ന്യായമായിട്ട് ആംപിയർ കിട്ടുന്ന രീതിയിൽ എടുക്കണമെങ്കിൽ അതിനും പിന്നെ ഒരു 16 ആംപിയറിൻ്റെ ഒരെണ്ണം, അങ്ങനെയാണ് നമ്മൾ കൊടുത്തത്. എല്ലാം സോൾഡർ ചെയ്താൽ കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലൂസ് കോൺടാക്റ്റ് ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ ടൈ ഇത്ര അടിച്ചിരിക്കുന്നത്. എല്ലാം നമ്മളിങ്ങനെ കഴിയുന്ന ഇങ്ങനത്തെ കണക്ടർ നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. സാധനങ്ങൾ 64 ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ ബാക്കി സാധനങ്ങൾ ഫുള്ളൊന്ന് എടുത്തോട്ടെ കേട്ടോ. ഗൈസ് നമ്മൾ അപ്പോൾ ലോഡെല്ലാം കയറ്റി കേട്ടോ. ഫുൾ ലോഡ് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെല്ലാം അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ആണ്ടേ അപ്പോൾ എല്ലാം സെറ്റായില്ലേ? അപ്പോൾ അമ്പാട് റെഡിയായി. ജിത്ത്, ശരത്ത്, രതീഷേട്ടൻ എല്ലാം സെറ്റായി. അപ്പോൾ നമ്മൾ വേണ്ടതേ പോവാം കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ സൈറ്റിലോട്ട് ചെന്നിട്ട് കാണാം. ഗൈസ് അപ്പോൾ അവർ രണ്ടുപേരും ബൈക്കിലാട്ടോ. കാരണം എന്താ പറയുക, ഞങ്ങൾ 3 പേര് വണ്ടിയിലുണ്ട്. സ്പേസ് ഇല്ല കണ്ടോ, ഈ അമ്പാണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്പേസ് ഇല്ല. എന്നെ ചീത്ത വിളിക്കുക. അപ്പോൾ ഞങ്ങൾ 3 പേര് ഇവിടുത്തെ കയറി. രതീഷേട്ടനെ, അമ്പാടി, ഞാനുണ്ട്. അവർ അങ്ങോട്ട് പോയി. അപ്പോൾ കിടങ്ങറ അടുത്താട്ടോ. അതുകൊണ്ടാണ് അവർ ബൈക്കിൽ പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും എൻ്റെ വണ്ടി ഒമിനി പുറയിലുണ്ട്, അകത്തേക്ക് കയറും. അപ്പം നമുക്ക് നേരെ പോവാം. വാ. നമ്മൾ രാമങ്കരി ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് കിടങ്ങറ AC റോഡ്, ആലപ്പുഴ ഞാനച്ചിരി AC റോഡിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു 15 മിനിറ്റേ ഉള്ളൂ നമുക്ക് ഈ വർക്ക് സൈറ്റിലോട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ലോഡാണ്. അതുകൊണ്ട് തന്നെ ശകലം വലിവ് നമുക്കറിയാം. സാധാരണ നമ്മൾ സ്ഥിരം വണ്ടി ഓടിക്കുന്നുണ്ട്, ലോഡ് നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ കേട്ടോ. രാവിലെ കഴിച്ചില്ലായിരുന്നു, സാധനം എല്ലാം കയറ്റി. നമ്മളിതേ കടയിൽ നിന്നെല്ലാം കയറ്റി സ്റ്റേഷനൊക്കെ ആയിരുന്നു. ശരത്തൊക്കെ പുറയിലുണ്ട് കേട്ടോ. അവർ പുറയിലുണ്ട്. നമ്മളപ്പം നേരെ പോവാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ കിടങ്ങറ നമ്മുടെ പുതിയ പാലം കേട്ടോ. നമ്മുടെ കിടങ്ങറ പാലത്തിലോട്ട് കയറി. ഈ പാലം കയറി ഇറങ്ങിയിട്ട് ഇടത്തോട്ടാണ് നമ്മുടെ സൈറ്റിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ പാലം കണ്ടോ. വേറൊരു പാലത്തിൽ നിന്നും വേറൊരു പാലത്തിലേക്ക് കണക്ഷൻ വരുന്ന, ഞാനിതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഒരു പാലത്തേറിട്ട് ബൈ റൂട്ട് വന്ന് കയറുന്ന വേറൊരു പാലം കണ്ടോ. കിടങ്ങറ പാലമാണ്. പാലം കയറി മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു സൈഡ് മെയിൻ്റെനൻസ് അപ്പുറത്ത് റെഡിയായി. അപ്പോൾ ഇത് കയറി ഇറങ്ങിയിട്ട് നമുക്ക് ഇടത്തോട്ടാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ അടുത്തെത്തിയുകൊണ്ട് നമ്മളെ പോകുന്ന വീഡിയോ തിരിയുന്ന എല്ലാം കാണിച്ചേക്കാം. ഗൈസ്
നമ്മളപ്പം കിടങ്ങറ പാലത്തെ അകത്തോട്ട് കയറി കേട്ടോ. അപ്പം അകത്തോട്ട് കയറി നമ്മൾ വേണ്ടത് നമ്മുടെ ഇത് വടക്കൻ വെളിയനാട് ഒക്കെ പോകുന്ന റൂട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറി ഇറങ്ങുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ കാവാലം, വാലടി കാവാലം ആ റൂട്ട് പോകുന്ന റൂട്ടാണ്. അപ്പോൾ അതെ നമുക്ക് ഇതാണ് ഓഡിറ്റോറിയം, നമ്മുടെ സൈറ്റ് എത്തി. അപ്പോൾ അതെ നമ്മൾ അങ്ങോട്ട് കയറുക കേട്ടോ. നീ അതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്ത് നമ്മുടെ സൈറ്റ് എത്തി കേട്ടോ. അപ്പം നമുക്ക് വേണ്ടെന്ന് തിരിച്ചു തീർത്താം. ഓക്കെ, ഒരു പള്ളിയുടെ ഓഡിറ്റോറിയം കേട്ടോ. കിടങ്ങറ വലിയ പള്ളിയുടെ ഓഡിറ്റോറിയമാണ്. ഇതാണ് പള്ളി, ദേവാലയം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓഡിറ്റോറിയമാണ്. അപ്പോൾ അതേ അമ്പാടി ഇറങ്ങിയിട്ട് കാണിച്ചു തരും ഓഡിറ്റോറിയം. ഗൈസ് നമ്മൾ ഇപ്പം ഓഡിറ്റോറിയത്തിൽ വന്നു കേട്ടോ. ഇതാണ് ഓഡിറ്റോറിയം, ഇത് പള്ളിയുടെ കേട്ടോ, ഇതിൻ്റെയാണ് ഓഡിറ്റോറിയം. അപ്പം എന്തേ നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറുക കേട്ടോ. നമ്മൾ സാധനമൊന്നും ഇറക്കിയില്ല, സാധനമൊന്നും നമ്മളൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, നമ്മൾ സാധനമൊന്നും ഇറക്കിയില്ല. ഇതാണ് ഓഡിറ്റോറിയം കണ്ടോ, ഇതാണ് ഓഡിറ്റോറിയം. ഫ്ലവർ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം സ്ഥലം കേട്ടോ. ഇവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എല്ലാം. ഇവിടെ ഫാമിലി കേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കുന്ന വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ സൗണ്ടിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയ്ക്ക് ഈ സ്റ്റേജിലേക്ക് നമുക്ക് ഇതും കൊണ്ട് പോകാനോ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കയറ്റാനോ എനിക്കൊരു ബുദ്ധിമുട്ട്. കാരണം വെച്ചാൽ നമ്മൾ സൗണ്ടിൻ്റെ ചെയ്യുന്നതുകൊണ്ട് ആ സാധനങ്ങൾ പക്ക പോവുകയാണെങ്കിൽ അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണ്. ഇവിടാണ് നമ്മുടെ ഫ്യൂഷൻ കാർഡ് വരുന്നത് സ്റ്റേജ്. കണ്ടോ, നല്ല സ്റ്റൈൽ സ്റ്റേജല്ലേ, നല്ല അടിപൊളി സ്റ്റേജാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ കേട്ടോ, ഇതിൻ്റെ ഓണറിൻ്റെയാണ് ഈ വർക്ക്. പുള്ളിയാണ് നമ്മളെ ഡയറക്റ്റ് വിളിച്ചത് കണ്ടോ. അപ്പം നമുക്ക് വർക്ക് തന്നിരിക്കുന്നവരുടെ ഒരു നെയിമും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, ഏതൻ കണ്ടോ, ഏതൻ എന്നാണ് അവരുടെ പേര് കണ്ടോ. അതിൻ്റെ ജസ്റ്റിനാണ് കേട്ടോ, ജസ്റ്റിൻ എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് സ്റ്റേജിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുള്ളിയെ വിളിക്കാം. അപ്പം ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. അപ്പം നമുക്കിനി സാധനങ്ങൾ ഇറക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതേ മഴ പിന്നെ നമുക്ക് പണി തന്നു കേട്ടോ. അത് കാരണം നമ്മളെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അത് അവർ ലൈറ്റൊന്നും ഇല്ലായിരുന്നു, അവർ ഫ്രണ്ട് ഷോയ്ക്ക് വെച്ചാണ്. നമ്മൾ അതെടുത്ത് തൽക്കാലം നമ്മളിത് ഷെഡിലോട്ട് നനയാത്ത രീതിയിൽ വെച്ചിട്ട് വേണ്ടേ. അപ്പം നമ്മുടെ വണ്ടി ഷെഡിലോട്ട് കയറ്റി കേട്ടോ, നമ്മുടെ പോർച്ചിലോട്ട് കയറ്റി. അതല്ലാതെ നമുക്ക് വേറെ മാർഗ്ഗമില്ല, കാരണം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം പള്ളിയുടെ ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് നല്ല ഏരിയ കേട്ടോ. ഇത്ര ഏരിയ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഏരിയയിലാണ് നമുക്ക് നമ്മുടെ MH ഇടണ്ട കേട്ടോ. ഇവിടെ എല്ലാം കാർ പാർക്കിംഗ് സ്ഥലം വരുന്ന, ഇവിടെ എല്ലാം കാർ പാർക്കിംഗ് വരുന്ന. അപ്പം നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ ലൈറ്റ് ഇട്ട് കൊടുക്കണം. 4 MH അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം വെട്ടം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വണ്ടി നമ്മുടെ ഷോറൂമിലോട്ട് നമ്മുടെ ഷോപ്പ് ഇത് കാർ ഷെഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഓഡിറ്റോറിയം. അപ്പോൾ അവർ സാധനം ഇറക്കുന്ന, ഞാനപ്പം അതിൻ്റെ അകത്തോട്ട് കയറാം കേട്ടോ. ഇതുവഴി കയറുന്നത് പാടാണ്. അമ്പാടിയൊക്കെ നിൽക്കുന്നുണ്ടോ ഗൈസ്. സാധനത്തെ കണ്ടോ, നിങ്ങൾ മുമ്പേ എല്ലാം പൂട്ടിയായിരുന്നു, ഫുൾ ലോഡാകണ്ടോ. ഞങ്ങളുടെ ഈ വണ്ടിയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ലോഡ് അടിച്ചിട്ടിരിക്കുന്നത്. കണ്ടോ, അവർ സാധനം ഇറക്കുന്നു. ഞാനും ഇപ്പോൾ പോകും കേട്ടോ സാധനം ഇറക്കാൻ. ഇതൊന്ന് നിങ്ങളൊന്ന് ഇറക്കുന്ന എല്ലാം നമ്മൾ വീഡിയോയ്ക്ക് അത് ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ഇറക്കുന്നത് കയറ്റുന്നത് എല്ലാം നമ്മൾ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയത്. അതൊക്കെ എവിടെ വെക്കുന്നത് നമ്മൾ നോക്കിയില്ല കേട്ടോ. അപ്പം നമുക്ക് വർക്ക് തന്നാൽ മറ്റേ ജസ്റ്റിൻ എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ. പയ്യൻ വന്നിട്ട് പറയാം, എന്നോട് പറഞ്ഞു ചേട്ടാ ഞാനത് വന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സമയമുണ്ട്, അത് അങ്ങോട്ട് സ്റ്റാൻഡിലോട്ട് വെച്ച് SMS കണക്ട് ചെയ്താൽ മതി. വലിയ വള്ളിപ്പണി അതിലില്ല. അപ്പോൾ സാധനം എല്ലാം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേബിൾ സെക്ഷനൊക്കെ ഇവിടെ ഇറക്കി കേട്ടോ. ഇത് നമ്മുടെ 64-ൻ്റെ പാറിൻ്റെ AC കേബിളാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ ചെയ്യുന്ന കേട്ടോ. നമ്മുടെ 12 കോറിൻ്റെ 1.5-ൻ്റെ വയറ്
കോപ്പർ വയർ കേട്ടോ. 12 കോറിൻ്റെ 1.5-ൻ്റെ കോപ്പർ വയർ. അത് നമ്മൾ 50 മീറ്റർ 60 മീറ്റർ അന്നങ്ങനെ എടുത്താൽ. അത് എവിടുന്ന് എടുത്തെന്ന് എനിക്കറിയത്തില്ല. ബ്രാൻഡഡ് കേബിളിൻ്റെ ആണ്. സാംചേട്ടനെ കൊണ്ട് ഞാൻ കൊറിയറായിട്ട് മേടിപ്പിച്ചത്. സാംചേട്ടൻ്റെ കെയർ ഓഫിൽ എടുത്താണ്. അപ്പം അത് നമ്മൾ എന്നിട്ട് 3 പിന്ന് ടോപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ സ്ലീവൊക്കെ ഇട്ട് കണ്ടോ. ഇങ്ങനെ ടൈ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ടൈ കെട്ടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഒരു സൈഡിലിപ്പോൾ 6 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതെ നിങ്ങൾക്ക് കാണാം 1 2 3 4 ഇത് 4ആണ്. അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ അടിച്ചിട്ടുണ്ട് കണ്ടോ. 1 2 3 4. അപ്പം അതിൻ്റെ ഈ പെയറാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനാണ്. അങ്ങനെ നമ്മൾ എല്ലാത്തിലും അടിച്ചിട്ടുണ്ട് കേട്ടോ. 5 6 3 1 2 കണ്ടോ. അതുപോലെ തന്നെ ഇവത്തേലും നമ്മൾ അടിച്ചിട്ടുണ്ട് കണ്ടോ. അടിച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ ഇതുണ്ട്. മിനിപ്പേള് നമ്മൾ ഡെസ്ക് നമ്മളിട്ടാണ് വെക്കുന്നത്. ഫ്ലൈ കേസ് നമ്മൾ വെക്കുന്നില്ല. കാരണം നമുക്ക് ഈ സാധനങ്ങളെല്ലാം വൈകിട്ട് പ്രോഗ്രാം കഴിയുമ്പോൾ പിന്നെ നമുക്ക് കയറ്റണമെങ്കിൽ ഈ ഫ്ലൈ കേസിലിരിക്കുന്ന നമ്മുടെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഫ്ലൈ കേസിനകത്ത് ഒതുക്കാൻ. അപ്പോൾ ആ സമയം നമുക്ക് വൈകിട്ട് നല്ല മഴയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും എടുക്കും. എന്തോ പാറ് നമുക്ക് വെക്കേണ്ടത് ആ മൂലയ്ക്ക്. ഈ വെള്ള സൈഡ് ഘട്ടം വന്നിട്ടില്ലേ, 4 മൂലയ്ക്ക് പാറ്, 5 എണ്ണം വീതം 4 മൂലയ്ക്ക്. പിന്നെ പാസേജ് നമുക്ക് 10 പാറ് വെക്കണം. പാസേജ് കേട്ടോ. പാസേജ് 10 പാറ്. അതായത് നമ്മൾ അവൻ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ഇത് കണ്ടോ, ഫ്ലവർ സ്റ്റാൻഡില്ലേ, ഫ്ലവർ സ്റ്റാൻഡ്. ഈ ഫ്ലവർ സ്റ്റാൻഡിൽ ഒരെണ്ണം 1 2 3 4 4 ബാക്കി ആ പാസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 ഫില്ല് ചെയ്ത് നോക്കുക. അപ്പോൾ അവനെ ആ പാറ എങ്ങനെ വെക്കുന്നത് ചോദിച്ചാൽ, അപ്പം അങ്ങനെ നമുക്ക് സമയം പോകും. അത് കാരണമാണ് നമ്മൾ ഫ്ലൈ കേസ് മാക്സിമം ഒഴിവാക്കുക. എല്ലാം വണ്ടിയിൽ തന്നെ വെക്കുക. അപ്പം നമുക്ക് അഴിക്കുന്ന സാധനങ്ങൾ നേരിട്ട് ഫ്ലൈ കേസിലോട്ട് കയറ്റാം. ഡെസ്ക് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ക്ലോത്തും എല്ലാം സ്റ്റേജ് അവിടെ ഇരിപ്പുണ്ട്. അതെടുത്തിട്ട് കഴിയുമ്പോൾ ഇത് ഈ ഒരു പ്രശ്നം അങ്ങ് മാറും. പിന്നെ 64 പാർക്കാൻ 1000 വാട്ടാണ് ഒരു പാർക്കാന്. അപ്പം നമുക്കത് 6 ഉണ്ട്. ഇവിടുത്തെ ജനറേറ്ററിൻ്റെ കണ്ടീഷനൊന്നും നമുക്കറിയത്തില്ല. AC ആണോ അതോ ജനറേറ്റർ ആണോ എന്നൊന്നും അറിയത്തില്ല. നമ്മളായാലും ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം. 64 പാറ് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കിടക്കുകയോ ഇല്ലയോ എന്ന്. കാരണം നമ്മളെ നോർമൽ വയറിങ് ആണെങ്കിൽ ട്രിപ്പായി പോകും MCB. കാരണം 1000 വാട്ട് നമ്മൾ 6 ലോഡ് ചെയ്യുമ്പോൾ 6000 വാട്ട് വരും. അപ്പോൾ അത്രയും ലോഡ് ആവുമോ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി സാധനം കൂടെ ഇറക്കിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതാണ്ട് ഇവിടാണ് നമ്മുടെ പ്രോഗ്രാം കേട്ടോ. ഫ്യൂഷനാണ്. അപ്പം നമ്മുടെ ഈവൻ്റ് തന്ന പുള്ളി പറഞ്ഞു ബാക്ക് ഡ്രോപ്പ് ചേട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെ വിഞ്ച് സ്റ്റാൻഡ് നമ്മൾ ബാക്കിലാക്കി. നമ്മളപ്പോൾ വേറൊരു അറേഞ്ച്മെൻറ്റ് പെട്ടെന്ന് മാറ്റി 4 മൂലയ്ക്ക് നമ്മൾ വേണ്ട ഇതുപോലത്തെ ചെറിയ സ്റ്റാൻഡ് കണ്ടോ. അവത്തിലാണ് LED പാറ് നിങ്ങൾക്ക് കാണാമല്ലോ. 4 മൂലയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ 4 മൂലയ്ക്ക് നമ്മൾ LED പാറ് വെക്കാനുള്ള സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വിഞ്ച് സ്റ്റാൻഡ് നമ്മൾ സ്റ്റേജിൻ്റെ ബാക്കിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അവത്തിലോട്ടാണ് ഒരു 6 LED പാറും ഷാർപ്പിയും കൂടി ഹാങ് ചെയ്യാൻ പോകുന്നത്. വേണ്ടേ ഷാർപ്പി നമ്മൾ ഹാങ് ചെയ്യേണ്ട ഹുക്കെല്ലാം നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേറൊന്നുമല്ല കേട്ടോ. അതാണ് അവർ 3 പേര് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ 4 പേര് അവിടെ സാധനങ്ങൾ ഇറക്കുക, സെറ്റിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് കണ്ടോ അവരെ സബ്ബും എല്ലാം കൂടെ അവർ 4 പേര് ഇറക്കുക, ഡ്യുവൽ സബ് വെക്കുന്നത്. അപ്പം ഞാൻ അതിനിടയ്ക്കാണ് ലൈറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയത്. അപ്പം വീഡിയോ എടുക്കാനായിട്ട് ആരും ഇല്ല. അപ്പം ഞാൻ തന്നെ വേണം വീഡിയോ എടുക്കാൻ. അപ്പോൾ അതിനിടയ്ക്കാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പോയി വീഡിയോ ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വിഞ്ച് സ്റ്റാൻഡിലോട്ട് 6 ഫേസ് ലൈറ്റും കൂടി നമ്മൾ വെക്കുക. അപ്പോൾ ഇവിടെ സ്പേസും കുറവാണ്. അങ്ങനെ ഒരു വിഷയമുണ്ട് കണ്ടോ. ഇവിടെ ഫാമിലി ടേബിൾ ഇട്ടിരിക്കുന്നു, ഇവിടെ ചെയർ ഇട്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ എല്ലാം കൂടി ചറുപറ നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സ്പേസ് പോവും. അവർക്ക് ഇരിക്കാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ട്, ഗസ്റ്റിന് ബുദ്ധിമുട്ട്, സ്പേസ് കുറവ്. പിന്നെ കാണുമ്പോൾ ഒരു അഭംഗി, മുഴുവൻ സ്റ്റാൻഡ് പൊങ്ങിയിരിക്കുന്നത് ഇതാണ്ടോ. അവർ 4 പേരും ഡ്യുവൽ സബ് കൊണ്ടുപോയി. അപ്പോൾ അത് കാരണം നമ്മൾ ഒരു സ്റ്റാൻഡ് നമ്മുടെ ഈ സെൻറ്ററിലെ ഭാഗത്തായിട്ട് ഒഴിവാക്കിയിട്ടിട്ട് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഒഴിവാക്കി നമ്മൾ ഒതുക്കിയിട്ടിട്ട് അവത്തിലോട്ട് 6 ഫേസ് ലൈറ്റ് കൂടിയിട്ട് നമ്മൾ സ്റ്റേജിലോട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നാൽ അത് അപ്പോൾ നിങ്ങളെ അറിയിക്കും. കാരണം വേറൊന്നുമല്ല, നമുക്കിവിടെ ഏരിയ കുറവാണ് കണ്ടോ. ഏരിയ കുറവാണ്. കൂടാതെ റൗണ്ട് ടേബിൾ ആയിട്ടിരിക്കുന്നത്, റൗണ്ട് ടേബിൾ ഇട്ടിരിക്കുന്നു, ഫാമിലി ടേബിൾ അവിടെ ഇട്ടിരിക്കുന്നു. അപ്പോൾ സ്പേസും നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. അതാണ് വിഷയം. അപ്പോൾ നമ്മൾ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്.
നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. വീഡിയോക്കാരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ആർക്കും നമ്മൾ കാരണം ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെ അവിടെ സൗണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ മേലോട്ട് ലൈനർ ടോപ്പ് ഇടുന്നത്. അപ്പോൾ സബ്ബ് വന്നു. ബാക്കി കാര്യങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഷാർപ്പിയും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു കേട്ടോ. അത് റെഡിയാക്കിയിട്ടുണ്ട്. ഷാർപ്പി കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു. സേഫ്റ്റി ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടോ. അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ അവരവിടെ സൗണ്ട് സെറ്റ് ചെയ്യും കേട്ടോ. കാരണം ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ 5 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 5 പേരും 5 സ്ഥലത്താണ് ഓരോ വർക്ക് ചെയ്യുന്നത്. ഇതേ ലൈനർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ലൈനർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവർ ആ സ്റ്റേജിൻ്റെ പരിപാടിയെല്ലാം തീർന്നോ കാര്യങ്ങളെല്ലാം നോക്കാനാണ്. അപ്പം അടുത്ത സെക്ഷനിലായിട്ട് നമ്മൾ പോവാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗായ്സ് ഞാനപ്പോൾ ഒരു ടേബിളിൻ്റെ മേളിൽ വെച്ചിരിക്കുക കേട്ടോ. അത് നമ്മൾ പാറ സെറ്റ് ചെയ്യാൻ പോകണേ. ഇവിടെ ഫ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഷാർപ്പി ഓൾറെഡി തൂക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഉള്ള LED പാറ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ എല്ലാം ഒന്ന് നട്ട് നമുക്ക് ലൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സാധനങ്ങൾ എളുപ്പമൊന്ന് കയറ്റാൻ പറ്റും. ആ പെട്ടി എടുത്തു. അപ്പം AC കൂടി വേണം. അത് താഴെ ഇട്ടേക്ക്, ഞാൻ ഇട്ടോളാം. അപ്പോൾ അത് അവർ വേറെ സെക്ഷനിലേക്ക് പോയി. ഞാനൊറ്റയ്ക്ക് അപ്പം ഇവിടുത്തെ LED പാറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം പെട്ടെന്ന് നേരത്തെ എത്രത്തോളം പണി തീർക്കാൻ പറ്റുമോ അത്ര നമുക്ക് മഴ ഇടയ്ക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം അങ്ങനെ നമുക്കൊരു വിഷയമുണ്ട്. നമ്മൾ എല്ലാ നട്ടും അഴിച്ചു കേട്ടോ. അപ്പോൾ അതെ നമ്മൾ അതെല്ലാം അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പാറ് പിടിപ്പിക്കാം. അവരവിടെ ആമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ LED പാറും. ഒരാൾ വണ്ടിയിലോട്ട് പോയി അടുത്ത സാധനം സെറ്റ് എടുത്തുകൊണ്ട് വരാൻ. എല്ലാവരും ഓരോരോ വർക്കിൽ തിരക്കാണ്. ചില സൈറ്റ് ഇങ്ങനെയാണ് ഗൈസ്. കാരണം കുറച്ച് സാധനമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇന്ന് കുറച്ച് സാധനമേ ഉള്ളൂ. ഒരു LED പാറാണെങ്കിലും ഷാർപ്പി ആണെങ്കിലും കുറച്ചേ ഉള്ളൂ. പക്ഷേ നമുക്ക് മഴ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചതിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീർന്ന് നമ്മൾ പാക്ക് ചെയ്യുന്നവരെ പെയ്യരുത് എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ. കാരണം അത്രത്തോളം കളറായിരിക്കും വർക്ക്. ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ വർക്ക് നേരത്തെ തീർക്കുക. എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ നമുക്കും ഒന്ന് റിലാക്സ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ നമ്മൾ ഇങ്ങനെ ഓടിപ്പിടിവെടുത്ത് ടെൻഷൻ അടിച്ച് ആദ്യം കയറി നിൽക്കണം. അപ്പം നേരത്തെ തീർന്നാളൊരു ഗുണം എന്നെ സംബന്ധിച്ച്, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്ക് ഇപ്പം 5 മണിക്ക് ഓണാക്കേണ്ട പ്രോഗ്രാം ആണെങ്കിൽ നമ്മുടെ സകല ചെക്കിങ്ങും കഴിഞ്ഞ് സൗണ്ട് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും എല്ലാം ചെക്ക് ചെയ്ത് നമുക്കൊരു 2 മണിക്ക് അല്ലെങ്കിൽ ഒരു 3 മണിക്ക് തീരും. 5 മണിക്കത്തെ പ്രോഗ്രാം ഒരു 3 മണിയാകുമ്പോൾ നമ്മുടെ സകല ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന ആരാണോ അവരെ ഒന്ന് കാണിച്ച് അവർ ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു 90% ടെൻഷൻ പോകും. പൂർണ്ണമായിട്ടും മാറത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ സൗണ്ടും എല്ലാം ഉള്ളതുകൊണ്ട് ആ പ്രോഗ്രാം തുടങ്ങി തീർന്ന് ചേട്ടാ എല്ലാം കഴിഞ്ഞു കേട്ടോ,
ഇനി എല്ലാം ഓഫ് ചെയ്തോ എന്ന് പറയുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സമാധാനം വരുന്നത്. എനിക്ക് ടെൻഷൻ കൂടുതലുള്ള ആളും കൂടാണ്. അപ്പം അവർ സബ്ബൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിനിടയ്ക്ക് അവർ പറയുന്ന ഒച്ചയെല്ലാം കയറി വരുന്നുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ട് വീഡിയോ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇട്ടിരിക്കുക. ലൈവ് എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് കട്ട് ചെയ്യുന്നില്ല. ഇതിന് ശകല ലെങ്ത് കൂടുതലായിരിക്കും വീഡിയോയ്ക്ക്. നിങ്ങൾ അതുകൊണ്ട് സദയം ക്ഷമിക്കണം. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നത്, ഇവിടെ വന്നത്, സാധനം കയറ്റുന്നത്, അങ്ങനെ എല്ലാം നമ്മളെല്ലാം ഫുള്ളായിട്ട് കാണിക്കണം. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുള്ള് നമ്മൾ A to Z കാര്യമാണ് കാണിക്കുന്നത്. പാറ എടുക്കുന്നതും ഫ്ലൈക്കേസ് തുറക്കുന്നതും വയറെടുത്തുകൊണ്ട് വരുന്നതും പാച്ച് ചെയ്യുന്നതും അങ്ങനെ എല്ലാം. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഈ പുതിയതായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ അങ്ങനെയുള്ള വീഡിയോകളാണ് ഇഷ്ടം. കാരണം ഒരു വയറിടുന്നത് പോലും അവർക്ക് സംശയമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എങ്ങനെ ഒരു LED പാറയിലേക്ക് കണക്ഷൻ കൊടുക്കണം, അവിടുന്ന് എങ്ങനെ താവട്ടെ, ഏത് കേബിൾ ഇട്ട് താവട്ടെ ഇറക്കണം, ഒരു AC എങ്ങനെ പിടിക്കണം, അതിനെക്കുറിച്ച് പോലും അങ്ങനത്തുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് സംശയം തോന്നരുത്. കാരണം ഒത്തിരി കുട്ടികൾ, പിള്ളേർ നമുക്ക് പുതിയ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഇഷ്ടം കാരണം കേട്ടോ, അവരോടുള്ള ഈ ഒരു പ്രസ്ഥാനത്തോടുള്ള അവരുടെ ഇഷ്ടമാണ് അവരെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്കറിയാം ഇതിനോട് എന്തുമാത്രം നമുക്ക് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. അപ്പോൾ അത്രയും ഇഷ്ടത്തോടെ മറ്റുള്ളവർ വരുമ്പം നമുക്ക് അവരോട് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ കാരണം അവർക്ക് ഒരു വർക്ക് സൈറ്റ് ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നമുക്ക് ഭാഗ്യം. ഞാൻ ആ ഒരു ഉദ്ദേശത്തോടുമാണ് ഈ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത്. അപ്പോൾ ചാനൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിഞ്ഞ് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. ബാക്കി ഈവൻറ്റ് തുടങ്ങുന്നതും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും എല്ലാം 1 by 1 ആയിട്ട് പുറകെ വരും. അപ്പോൾ ഞാൻ അടുത്തൊരു വർക്കിലേക്ക് പോവാണ്. ഓക്കെ, കാരണം ഓടി നടന്ന വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. ഗൈസ്, അപ്പോൾ ദേ നമ്മൾ ലൈനറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ദേ ഇതെന്താണെന്നറിയോ, ഇത് ആരോ ഫ്രെയിം എടുക്കാൻ മറന്നുപോയി. ഇനി ഇവിടുന്ന് ഇപ്പോൾ ഓടിപ്പോകാൻ രക്ഷയില്ല, പണി തീരത്തില്ല. അത് കാരണം നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഒരു മരത്തിൻ്റെ എന്തോ മുറിച്ച പീസ് കിടപ്പുണ്ടായിരുന്നു. ബാക്കിലല്ലേ, നമ്മൾ സാഹചര്യത്തിനൊത്ത് നമ്മൾ സെറ്റ് ചെയ്യുക, അതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യമാണോ എന്നറിയത്തില്ല. മുറിച്ചിട്ടപ്പോൾ ദേ ഇങ്ങനെ ഒരു എന്തോ ഒരു റൗണ്ട് രീതിയിൽ കട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ വേണ്ടതേ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട പിന്നെ കോഡ് കണക്ട് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ സെറ്റ് ചെയ്തു, രണ്ടാമത്തെ സബിനെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ കേബിളിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ പഴയ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നത്, ഇത് 4 mm² കോപ്പർ കേബിളാണ്. 14 ഗേജ് വരുന്ന 4 mm² കേബിളാണ് നമ്മൾ സബിനിടുന്നത്. ഇത് 14 ഗേജ് വരുന്ന 2.5 കോപ്പർ വയറാണ് നമ്മൾ ടോപ്പിനിടുന്നത്. നമ്മൾ അങ്ങനെ ഇടത്തുള്ളൂ. അതെല്ലാം നമ്മളത് നീറ്റായിട്ട് നല്ല സ്ലീവൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ എന്താണെന്ന് എനിക്കറിയത്തില്ല, സംചേട്ടൻ ചെയ്ത് തരുന്ന കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അത് വേണ്ട വേറൊരു സ്ലീവ് ഇട്ട് ഹീറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം ഫ്ലെക്സിബിളാണ് കേട്ടോ. ഫ്ലെക്സിബിൾ കേബിളാണ്. താഴത്തെ അങ്ങനെ ഇട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ സെറ്റ് ചെയ്യാം. നമ്മൾ വേണ്ട അമ്പ് നമ്മൾ മിക്സർ വെക്കുന്ന നമ്മുടെ ഒരു സ്റ്റാൻഡ് ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴോട്ട് നമ്മൾ വെക്കുക കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം കാര്യം തന്നെയാണ്, സ്പേസ് നമുക്ക് കുറവാണ്. അപ്പം നമ്മുടെ സാധനം കൊണ്ട് സ്പേസ് ഒരു കാരണവശാലും പോകരുത്. അതുകൊണ്ട് മാക്സിമം ഒതുക്കി വെക്കാവുന്ന മാക്സിമം നമ്മൾ സാധനം ഒതുക്കിയാണ് വെക്കുന്നത്. ഒരു ശകലം പോലും സ്പേസ് നമ്മുടെ സാധനം കാരണം ഗസ്റ്റിന് നഷ്ടപ്പെടരുത്. കാരണം അവരുടെ പിള്ളേരുടെ ഡാൻസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം നമ്മൾ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ മാക്സിമം എല്ലാ സാധനവും ഒതുക്കിയാണ് പോകുന്നത്. സ്റ്റാൻഡുകളെല്ലാം അങ്ങനെയാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ലൈനറി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 മോണിറ്ററാണ് പ്രോഗ്രാമുകൾക്ക് വേണ്ടത്. അത് നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം ഇത് കണ്ടോ, ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 ബാറും ഷാർപ്പി എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. 4 മൂലയ്ക്ക് നമ്മൾ സ്റ്റാൻഡ് ഇട്ടുണ്ട്. അവത്തന്നെ ഇനി ബാറ് കയറ്റണം. ഇവിടെ ദേ നമ്മളൊരു തടി ഒപ്പിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇതെന്തോ മരം കയറ്റാൻ സമയത്ത് അവരെന്തോ വെട്ടുകയോ എന്തോ ചെയ്തപ്പോൾ അവർക്കെന്തോ ഈ ആപ്പ് പോലെ വെക്കാൻ വേണ്ടി അവർ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇതുപോലെ സെയിമായിട്ട് ഒത്തു കിട്ടത്തില്ല. അപ്പോൾ അതായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്കത് കിട്ടി. അങ്ങനെ നമ്മൾ 2 സെറ്റ് ചെയ്തു. അല്ലേ പിന്നെ ഞാൻ വീട് വരെ വീണ്ടും പോകണം. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആമ്പപ്പം അവർ സെറ്റ് ചെയ്യുന്നു. റാക്ക് വേണ്ട സെറ്റ് ചെയ്യുന്നു. അവരിത് എല്ലാവരുടെ അമ്പാടിയെ ഫയർ ചെയ്യും കേട്ടോ. അമ്പാടി വർക്ക് ചെയ്യും കേട്ടോ. അമ്പാടി വർക്കും ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. പക്ഷേ ചില സമയത്ത് വിവരക്കേട് കാണിക്കും അമ്പാടി.
പുള്ളി ധൃതി കൂടുന്ന, പുള്ളിക്ക് പെട്ടെന്ന് തീർക്കണം, 5 മിനിറ്റ് കൊണ്ട് എല്ലാം തീർക്കണം പുള്ളിക്ക്. അപ്പോൾ അങ്ങനെ വെപ്രാളം കയറാൻ പറ്റുന്ന കേട്ടോ പുള്ളി. ഇതിനിടയ്ക്ക് ഞാൻ സ്പീഡ് കുറയുമ്പോൾ എന്നെ ചീത്ത വിളിക്കും. അപ്പോൾ അങ്ങനെ അവർ സൗണ്ടിൻ്റെ ഇപ്പുറത്ത് സെറ്റ് ചെയ്തു. നമ്മളിത് അലഹൈറ്റിൻ്റെ മിക്സർ അടച്ചിരിക്കുന്നത് കേട്ടോ, Z22 FX. അതാണ് നമ്മുടെ പഴയ ഇത് തന്നെയാണ്. GB2ൻ്റെ ആവശ്യമില്ല, 2 മോണിറ്ററല്ലേ ഉള്ളൂ. അപ്പം മിനിപ്പേൾ വെച്ചിട്ടുണ്ട്, ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റാക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത് സെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ആദ്യം കൊടുക്കുന്ന ഏതാ? LR അല്ലേ? നമ്മൾ മിക്സറിൽ നിന്ന് LR, ലെഫ്റ്റും റൈറ്റും LR നേരെ എടുത്തു. ഒരു XLR കേബിൾ ഇട്ട് പാച്ച് ചെയ്തു. ആ LR നേരെ വന്ന് നമ്മുടെ EQൻ്റെ മോണിറ്റർ EQ അല്ലല്ലോ, താഴത്തെ അല്ലേ? താഴത്തെ EQൻ്റെ ഇൻപുട്ട് കൊടുത്തു. അപ്പം മിക്സറിൽ നിന്ന് വന്ന LR ഔട്ട് നേരെ വന്ന് ഈക്വലൈസറിൻ്റെ ഇൻപുട്ട് ചാനൽ 1 ഇൻപുട്ട് ആ സിഗ്നൽ വന്ന് കയറിയിട്ടുണ്ട്. അടുത്ത LR ഔട്ട് നേരെ ഒരു XLR പാച്ചിങ് കേബിൾ ഇട്ട് പാച്ച് ചെയ്ത് രണ്ടാമത്തെ ചാനൽ ഇൻപുട്ടേ വന്ന് കയറുകയാണ് സിഗ്നൽ. അപ്പം ഓൾറെഡി EQ വഴി നമുക്ക് ഡ്രൈവർ ആക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലൈനറി ടോപ്പ് കൊടുക്കുന്ന ഈക്വലൈസർ വഴിയാണ്. നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പം ഒന്നുകൂടി പറയാണ്, മിക്സറിൻ്റെ LR ഔട്ട് നേരെ 2 XLR പാച്ചിങ് കേബിൾ ഇട്ട് നേരെ പാച്ച് ചെയ്ത് ഈക്വലൈസറിൻ്റെ ചാനൽ 1 ഇൻപുട്ടേലും കയറി, ചാനൽ 2 ഇൻപുട്ടേലും കയറി. ഇനി അവിടുന്ന് ചാനൽ 2വിൻ്റെയും ചാനൽ 1ൻ്റെയും ഔട്ട്പുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് നേരെ നമ്മൾ പാച്ചിങ് കേബിൾ ഇട്ട് നേരെ അത് 4 ചാനൽ ആമ്പിലേക്ക് പാച്ച് ചെയ്യാൻ പോവാണ്. കൊടുക്കുക. ഒന്നാമത്തെ ഔട്ട്പുട്ടേ നമ്മൾ XLR പാച്ചിങ് കേബിൾ ഇട്ടു. അത് നേരെ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആ ഔട്ട്പുട്ട് നേരെ വന്നിട്ട് 4 ഔട്ട്പുട്ടായിട്ട് മാറുകയാണ്. നമ്മൾ ആമ്പ് ചെയ്യുന്ന നമ്മുടെ രീതിക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന പാച്ചിങ് കേബിളാണ്. എയും ബിയും നമ്മളത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ രീതി കൊടുക്കാം. A ചാനൽ നേരെ വന്നിട്ട് ഒരെണ്ണം എയിലും ഒരെണ്ണം ബിയിലുമാണ് കൊടുക്കുന്നത്. നമുക്ക് വേണേൽ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് എയും ബിയും ആണ് കൊടുക്കുന്നത്. എയും ബിയും നമ്മളത് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചാനൽ ഔട്ട്പുട്ട് സിഗ്നൽ നമ്മൾ XLR ഒരു പാച്ചിങ് കേബിൾ ഇട്ട് നേരെ മുമ്പത്തെ പോലെ തന്നെ ഒരു ഔട്ട് വന്നിട്ട് അത് 4 ഔട്ടായിട്ട് മാറുന്നത്. അത് നമ്മൾ D ചാനലും C ചാനലും നമ്മളവിടെ കൊടുക്കുക. അപ്പം 2 വീതം മിച്ചമുണ്ട്. അതായത് നമ്മൾ വേറൊരു 4 ചാനൽ ആകുമ്പോൾ നമ്മൾ ഭാവിയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഈ ടൈപ്പ് പാച്ചിങ് കേബിൾ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വീണ്ടും എത്തുന്ന സിംഗിൾ പാച്ചിങ് കേബിൾ ഇട്ട് പാച്ച് ചെയ്യേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും എടുക്കുന്ന സമയത്ത്, ഉടനെ ഒന്നുമില്ല, ഏതെങ്കിലും സമയത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെക്കാം. മാക്സിമം കേബിൾ ഒതുക്കി ചെയ്യാൻ നോക്കുന്നെങ്കിൽ നോക്കുക. അപ്പം നമ്മുടെ ആമ്പ് നമുക്കിപ്പോൾ ഇൻ കേസ് പുറകോട്ടാണ് കൂളിംഗ് ഫാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ആമ്പിൻ്റെ കേബിൾ പുറയിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ കാറ്റൊക്കെ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കൂളിങ്ങും എല്ലാം നടക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊന്ന് സ്വിച്ചിൻ്റെ ഫ്രീക്വൻസിയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് നോക്കുകയും ചെയ്യാം. ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേബിൾ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്യുമ്പോൾ നോയ്സ് വരാനും ലൂസ് കോണ്ടാക്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി സബിൻ്റെ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അടുത്ത സബ്ബാണ് പാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന് 3 ഓക്സ് ഔട്ടാണ്. ഓക്സ് 1, 2, 3. നമ്മളപ്പോൾ മൂന്നാമത്താണ് സബിന് എടുക്കുന്നത്. 1, 2 മോണിറ്ററിന് പോകും. അപ്പോൾ അതേ ഒന്നാമത്തെ ഓക്സ് ഔട്ട് കണ്ടോ, ഓക്സ് ഔട്ട് മൂന്നാമത്തത് 1, 2, 3 അത് നേരെ എടുത്ത് നമ്മൾ ക്രോസ് ഓവറിൻ്റെ ഇൻപുട്ടേ കൊടുക്കുകയാണ്. ചാനൽ 1ൻ്റെ ഇൻപുട്ട് നമ്മളത് ക്രോസ് ഓവർ സബിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ക്രോസ് ഓവറിൻ്റെ ഇൻപുട്ടേ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി അവിടുന്ന് 3 ഔട്ട്പുട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഹൈ, മിഡ്, ലോയ. അതിൽ നമ്മൾ ലോയാണ് ഔട്ട് എടുക്കുന്നത്. നമ്മൾ മറ്റത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ലോ എടുക്കുകയാണ്. ലോ ഔട്ട് ചാനൽ 1ന്ന് ലോ ഔട്ട് എടുത്തിട്ട് അത് നേരെ പാച്ചിങ് കേബിൾ ഒന്ന് കാണിച്ച് അത് നമ്മൾ സബിന് 2 ചാനൽ കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഇങ്ങനത്തെ രീതിയിലാണ് പാച്ചിങ് കേബിൾ ചെയ്തിരിക്കുന്നത് കണ്ടോ. അത് ജോയിൻ്റ് ഒന്നും അല്ല, അകത്തുനിന്ന് കണക്ടറിനകത്തുനിന്ന് തന്നെ സോൾഡർ ചെയ്ത് എടുത്തിരിക്കുന്നത്. കാരണം അപ്പോൾ നോയിസോ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അത്ര പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്. അത് സ്ലീവൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാ, അത് നമ്മൾ സബിൻ്റെ ചാനൽ 1ഉം 2 ആയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ സെക്ഷൻ നമ്മൾ പാച്ചിങ് കഴിഞ്ഞു. അതായത് മിക്സർ, ഈക്വലൈസർ, ആംബിൻ്റെ ടോപ്പ് പാച്ചിങ് കഴിഞ്ഞു. പിന്നെ സബ്, ക്രോസ് ഓവർ, നേരെ ക്രോസ് ഓവറിൻ്റെ ഔട്ട്പുട്ട് വന്ന് ആംപ്ലിഫയർ, അങ്ങനെ പാച്ചിങ് സിഗ്നലിൻ്റെ പാച്ചിങ് സെക്ഷൻ മുഴുവൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ബോക്സിൻ്റെ ലൈനറി ടോപ്പിൻ്റെ സബിൻ്റെ കേബിളുകൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ആംബിലേക്ക് കണക്ട് ചെയ്യണം. കൊടുത്തോളാൻ പാടി. ഇത് സബിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ സബിൻ്റെ കൊടുക്കുവാണ്. അത്ര ഒത്തിരി വരിക്കും സാറേ, ഇങ്ങനെ നടന്നോട്ടെ. ആദ്യം ടോപ്പിൻ്റെ കേബിൾ കണക്ട് ചെയ്യുക കേട്ടോ. മതിയോ? അത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ കേബിൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച്, നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ ഒരു സെക്കൻഡ് ചിന്തിച്ചാൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു പോവാം. നമ്മൾ അപ്പുറത്ത് 2 ടോപ്പ് ഇപ്പുറത്ത് 2 ടോപ്പ് കൊടുക്കുമ്പോൾ എയും ബിയും സിയും ഡിയും അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, എയും ബിയും എന്ന് പറയുന്നത് സപ്ലൈ ആണെങ്കിലും അതിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ ആണെങ്കിലും ഒറ്റ യൂണിറ്റാണ്. ഡിയും സിയും എന്ന് പറയുന്നത് അതും ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഒരു സൈഡിലെ 2 ടോപ്പ് ഒന്നുകിൽ എയിലും അല്ലെങ്കിൽ ഡിയിലും കൊടുക്കുക. ഇപ്പുറത്തെ ടോപ്പ് കൊടുക്കുമ്പോൾ അത് ബിയിലും സിയിലും കൊടുക്കുക. അതായത് ഞാൻ എൻ്റെ ഒരു യുക്തിക്കനുസരിച്ച് പറയുന്നത്, ഇൻ കേസ് എന്തെങ്കിലും ഒരു ക്ലിപ്പ് അടിക്കുകയോ ഓവർലോഡ് വരുമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രൊട്ടക്ഷൻ ഓൺ ആയിക്കഴിഞ്ഞാൽ, എ ചാനൽ ഓഫ് ആയിക്കഴിഞ്ഞാൽ ബി ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 2 സൈഡിൽ ഓരോ ടോപ്പ് വീതം വർക്ക് ചെയ്യും. അത് കാരണം ലൈനർ ടോപ്പ് ഇട്ടിരിക്കുക അല്ലെങ്കിൽ ഏത് ബോക്സ് ആണല്ലോ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് അറിയാതെ നമുക്ക് വർക്ക് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഒരു സൈഡ് തന്നെ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനാണ് മ്യൂട്ട് ആകുന്നതെങ്കിൽ ഒരു സൈഡിലെ വോളിയം മൊത്തത്തിൽ കട്ടാവും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എ സൈഡ് കട്ടായി കഴിഞ്ഞാൽ ബിയും ഡിയും നമ്മൾ കോണോട് കോൺ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അപ്പുറത്ത് ഒരു ടോപ്പും ഇപ്പുറത്ത് ഒരു ടോപ്പും വർക്ക് ചെയ്യും. തിരിച്ചാണ് ഡിയും സിയുമാണ് കട്ടാകുന്നതെങ്കിൽ എ ചാനൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അങ്ങനെ തിരിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്, അപ്പുറത്തെ ഇപ്പുറത്തെ ഓരോ ടോപ്പ് വർക്ക് ചെയ്യും. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുമുണ്ട്. അതിൽ നിന്നും നമുക്ക് സംശയം ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടൻ എനിക്ക് പറഞ്ഞ അറിവാണത്. എടാ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റുകയും ചെയ്തു. ആ രീതിയിലായതുകൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയതാണ്. കാരണം വേറെ പ്രശ്നം വഴക്കോ അങ്ങനെയല്ല പറഞ്ഞത്, അറിയാതെ ആരും അറിയാതെ നമ്മൾ മാത്രമേ അറിഞ്ഞുള്ളൂ. നമ്മൾ ഓപ്പറേറ്ററായിട്ട് നിൽക്കുന്ന, നമ്മൾ ടെക്നിക്കലായിട്ട് നിൽക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മാത്രമേ അറിഞ്ഞുള്ളൂ. അതെന്തോ കേബിൾ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്ന് ആമ്പ് ഒരു സെക്കൻഡിലേക്ക് ക്ലിപ്പ് അടിച്ചപ്പോൾ കട്ട് ഓഫ് ആയിപ്പോയാണ്. അത് കഴിഞ്ഞ് റെഡിയായി. അപ്പം നമുക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ. അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ ഉപയോഗിക്കുക. നമ്മുടെ ഒരു അറിവ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആമ്പിൻ്റെ സ്പീക്കറും കൂടി കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ ആമ്പിൻ്റെ സെക്ഷനും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് സപ്ലൈ എടുക്കണം, ഷോക്കോ ലോഡ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ സപ്ലൈ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ നമ്മൾ ഷോക്കോ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോക്കോ ചാർജ് ചെയ്തു. നമ്മൾ 2 UPS വെച്ചിട്ടുണ്ട് കേട്ടോ. 2 UPS വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സൗണ്ടിൻ്റെ ഇതുമുണ്ട്, റാക്കുണ്ട്, ലൈറ്റിൻ്റെ ഇതുമുണ്ട്, കൺസോളും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 UPS അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ലാപ്ടോപ്പും ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തേന്ന് ലൈറ്റിൻ്റെയും പോവും, ഒരെണ്ണത്തേന്ന് ലാപ്പിൻ്റെയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തേന്ന് സൗണ്ടും. അപ്പോൾ നമ്മളിതേ ആമ്പ് എല്ലാം വെച്ചു, നമ്മൾ പാക്കിൻ്റെ എല്ലാം സപ്ലൈ കൊടുത്തു, ലാപ്പും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സൗണ്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പം അത് ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മൾ നിങ്ങളന്ന് പറഞ്ഞു തന്ന ആ പാട്ടൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ട് വെച്ചാണ് നമ്മൾ ഇന്ന് സൗണ്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒത്തിരി പേര് പറഞ്ഞു, ചേട്ടാ ഇത്രയും സൗണ്ടും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരു പാട്ടൊന്നും ഇട്ട് നോക്കിയില്ലെങ്കിൽ ആ ഫീൽ മുഴുവൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ കോപ്പിറൈറ്റിൻ്റെ വരാത്ത സോങ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്.
അപ്പം നമുക്ക് നേരെ സൗണ്ട് ചെക്കിങ്ങിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇത് നമ്മൾ വേണ്ട നമ്മുടെ സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ മിക്സർ ഓൺ ആക്കാൻ പോവാണ്. UPS കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ മിക്സർ ഓൺ ആക്കാൻ പോവാണ്. മിക്സർ ഓൺ ആക്കിയിട്ട് നമ്മൾ ആംപ്ലിഫയർ ഓൺ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ട് നമ്മൾ മിക്സർ ഓൺ ആക്കുമ്പോൾ ആ മിക്സർ ഓൺ ആകുന്ന സമയത്ത് ആ ട്രാൻസ്ഫോമർ എല്ലാം സപ്ലൈ ലോഡ് ആകുന്ന സമയത്ത് ഒരു എന്തെങ്കിലും ഒരു ഹമ്മിങ് സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഒരു നോയ്സ് കയറി വരും. അതിന് നമ്മൾ മിക്സർ എപ്പോഴും ആദ്യം ഓൺ ആക്കുക. അതിന് ശേഷം നമ്മൾ ആംപ്ലിഫയറിലേക്ക് പോവുക. ബാക്കി റാക്കും കാര്യങ്ങളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സർ ഓൺ ആക്കാം. നമ്മൾ ഈ പൈസ വെക്കുന്ന വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ സൗണ്ടിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാം ഒരു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത്. എപ്പോഴും എന്ത് സാധനങ്ങളാണേലും നമ്മളൊരു ജോലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഈശ്വരനെ വിളിച്ചിട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമമാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ ഒരു രീതിയിലൊന്നും ഇതെടുക്കരുത്. കാരണം ഞാൻ എപ്പോഴും സൗണ്ട് ആണേലും എന്തിനാണേലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഒന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏത് മതമാണേലും അത് ഇന്നതൊന്നോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ പള്ളിയിലാണ് പോകുന്നതെങ്കിൽ പള്ളിയിൽ നമ്മൾ അവിടത്തേക്ക് നേർച്ച അവിടുത്തെ ആരാണോ അവരെ ഒന്ന് നമ്മൾ പ്രാർത്ഥിച്ചിടുക. അത് ഇപ്പോൾ ഒരു മുസ്ലിം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആണെങ്കിൽ അവിടുത്തെ ഏതാണോ അവിടുത്തെ ആചാരപ്രകാരം അവർ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ ഏതാണോ ആ വ്യക്തി ഒരു ഇതിന് നമ്മളൊരു നേർച്ചയോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ട് അത് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അതെൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളത് നേർച്ചയായിട്ട് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം നമ്മൾ മിക്സർ ഓൺ ആക്കുവാണ്. നമ്മൾ മിക്സർ ഓൺ ആക്കിയിട്ടുണ്ട്. അവിടുന്ന് നേരെ നമ്മളിനി ആംപ്ലിഫയറിലേക്ക് വരികയാണ്. ആദ്യം നമ്മൾ ലൈനറിയുടെ ഫോർച്ചാൽ ആംപ്ലിഫയർ ഓണാക്കി. അത് ഓണാക്കി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ കൂളിംഗ് ഫാനും എല്ലാം ഒന്ന് ഓണാക്കി അതിൻ്റെ സർക്യൂട്ട് ഒന്ന് ഓക്കെ ആയി കഴിയുമ്പോൾ ആ കൂളിംഗ് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ഇതേണ്ട സബിൻ്റെ ആകുമ്പോൾ ഓണാക്കുമ്പോൾ ഇതുപോലെ അതിനൊരു സൗണ്ട് വരും. റെഡ് കത്തിക്കിടപ്പുണ്ട്. അതിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാം കാര്യങ്ങളെല്ലാം സർക്യൂട്ട് കംപ്ലീറ്റ് ആകാൻ 2-3 സെക്കൻഡ് അത്രയേ ഉള്ളൂ. അതോടെ ഓണായി കഴിയുമ്പോൾ ആ റെഡ് ലൈറ്റ് മാറി. അപ്പോൾ നമ്മൾ ആമ്പ് ഫുള്ളിടുക. ഇതിൻ്റെ അതുപോലെ തന്നെ ആമ്പ് ഫുള്ളിടുക. ഇനി നമുക്ക് നേരെ മിക്സറിൻ്റെ ഇതിലേക്ക് പോവാം. ശരി, ഹലോ ശരി. അപ്പോൾ നമ്മൾ ഗെയിൻ നമ്മൾ എന്തുമാത്രമാണ് വെക്കേണ്ടതെന്ന് നോക്കി നമ്മൾ ആദ്യം ആ PFL നോക്കി അത് സിഗ്നൽ കറക്റ്റ് ആക്കാം. ഹലോ ഒന്ന് കാണിച്ചു കൊടുത്തേ. അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് PFL തന്നെ ഇത്രയാണ്. നമുക്കത് കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ. ഹലോ കണ്ടോ. അത് ഈ ഗെയിൻ നമ്മൾ തുറക്കുന്ന അനുസരിച്ച് കയറി വരും. അത്ര ഗെയിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ തുറന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാനിപ്പോൾ സെൻറ്റർ മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് PFL ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ LR 2 എണ്ണം വരുന്നത് നമ്മൾ 0 വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നേരെ സൗണ്ടിലേക്ക് പോകാം. ഹലോ ചെക്ക്. അപ്പോൾ ഒരു ഹൗളിങ് വരുന്നുണ്ട്. കാരണം അത് ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മളപ്പോൾ അത് ഇത്രയും കീഴെയാണ് ലൈനറിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കാരണം അത് മൈക്ക് പുറകിൽ പോകുന്നതാണ്. അത് കാരണം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് അത്രയും ഹൗളിങ് വരുന്നത്. അപ്പോൾ നമ്മളത് കാരണം ജസ്റ്റ് ഒന്ന് ഡിലേയും കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രശ്നം കാര്യങ്ങളാണ് പുറകിലാണ് വരുന്നത്. ഹലോ അപ്പോൾ നമ്മൾ മൈക്ക് സെക്ഷൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ പുറയിലേക്ക് ഫ്യൂഷന് വേണ്ടി ഇടുന്ന കേബിൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് മൈക്ക് ഞാൻ നല്ല രീതിയിൽ തുറന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത്രയും ഇത് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ലൈനറി ടോപ്പ് ആയതെന്നൊക്കെ അറിയാമല്ലോ. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇപ്പോൾ ഫ്രീക്വൻസി നമ്മൾ ലൈനറി ചെയ്ത് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ലോയും മിഡും ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഹൈ നമ്മൾ ശലം കയറ്റിയിട്ടിരിക്കുകയാണ് ലൈനറി ടോപ്പിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മൾ മൈക്ക് തുറക്കുമ്പോൾ എന്താണല്ലോ ഹൗൾ ചെയ്യും. നമ്മൾ വേറെ ഈക്വലൊന്നും കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഹൗൾ ചെയ്തത്. ഇപ്പം നമ്മളൊരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം സ്റ്റേജ് നമ്മൾ നിന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പം നമ്മളിതാണ് നോ കോപ്പി റൈറ്റ് സോങ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അന്ന് വീഡിയോ ഇട്ടപ്പോൾ ആ കോപ്പി റൈറ്റ് വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂസ് നമ്മൾ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇങ്ങനത്തെ ഈ പാട്ടുകൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഒരു വിളിച്ചത് നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്ലേ ചെയ്യാൻ പോകാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ ആ സോങ് ഇട്ടൊന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. സോങ് ഇട്ട് നമ്മളൊന്ന് പാട്ട് ചെക്ക് ചെയ്യാണ് കേട്ടോ. Stranded in the open. ഗൈസ്, ഞാൻ അത് സബ് വർക്ക് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അമ്പാടി ഒന്ന് പിടിച്ച് കാണിച്ചു കൊടുത്താൽ എന്താണെന്നറിയാം, നിങ്ങൾ ഫോണിൽ കൂടി കേൾക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ആ സബിൻ്റെ വർക്ക് പെർഫോമൻസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സൗണ്ട് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തന്നു.
ഇനി നമുക്ക് ലൈറ്റ് സെക്ഷനാണ് നമ്മൾ ഇതുണ്ടോ 4 മൂലയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനെല്ലാം പാച്ചിങ് കൊടുക്കണം. പിന്നെ വേണ്ട ഈ പാസേജ് സ്റ്റാൻഡിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സപ്ലൈ കൊടുക്കണം. പിന്നെ 64 പാറ് നമ്മൾ വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പുറകെ നമ്മൾ വെച്ചിരിക്കുന്നുണ്ട്, അതിന് നമ്മൾക്ക് സപ്ലൈ കൊടുക്കണം. പിന്നെ 2 ഷാർപ്പ് സ്റ്റേജ് വരും, അത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒന്ന് കണക്ഷൻ കൂടെ എല്ലാം ഒന്ന് കൊടുത്തിട്ട് അത് കൊടുക്കുന്ന വീഡിയോയും എല്ലാം പുറകെ ഞാൻ കാണിച്ചു തരാം. ബാക്കി സാധനങ്ങളൊന്ന് ഒതുക്കാൻ വേണ്ടി ഒന്ന് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ നമ്മുടെ ലൈറ്റിൻ്റെ പാച്ചിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാനത് മിക്സറെ പാച്ച് ചെയ്ത് ഞാനത് ജസ്റ്റ് പറയാം. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ LED പാറ് പാച്ച് ചെയ്യാം, ഷാർപ്പി എങ്ങനെ പാച്ച് ചെയ്യാം എന്നുള്ള എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഇച്ചിരി ടെൻഷനായിപ്പോയി, അതുകൊണ്ടാണ്. കാരണം ഒന്ന് പെട്ടെന്ന് ഈ മഴയ്ക്ക് മുമ്പ് ഒന്ന് തീർക്കണം. പിന്നെ ദൈവമുണ്ടോ നമ്മുടെ കേറ്ററിംഗുകാർ വന്ന് സൗണ്ട് ഫുഡിൻ്റെ സെക്ഷൻകാർ വന്നു. അപ്പോൾ അവരുടെ അറേഞ്ച്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ അതെല്ലാം വന്നപ്പോൾ നമ്മുടെ സാധനം ഒരു ശകലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. അതൊരു ഇച്ചിരി ഞാൻ ടെൻഷനായിപ്പോയി. അപ്പോൾ LED പാറെല്ലാം പാച്ച് ചെയ്തതേ, കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഷാർപ്പി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അമ്പാടി അവിടെ കേട്ടോ, ഷാർപ്പി പാച്ച് ചെയ്യുന്നത് പറഞ്ഞേക്കാം. നമ്മൾ വേണ്ട അങ്ങനെ എല്ലാം മൊത്തം നമ്മൾ സപ്ലൈയും കൊടുത്തു. പാച്ചിങ് സെക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ LED പാറ് നമ്മൾ പാച്ച് ചെയ്തിട്ടുണ്ട്. LED പാറ് പാച്ച് ചെയ്തോ? LED പാറ് പാച്ച് ചെയ്തു. ഷാർപ്പിയും കൂടി പാച്ച് ചെയ്യുന്ന, ഷാർപ്പി പാച്ച് ചെയ്തോ? അവൻ അതെല്ലാം പാച്ച് ചെയ്ത്. അപ്പോൾ അതെ, അപ്പം നമ്മളപ്പോൾ ഒന്ന് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എന്നാ നീ ചെയ്തു, അമ്പാടിയെ കൊണ്ട് ചെയ്യിക്കോ കേട്ടോ. ആദ്യം എടാ അത് ഷാർപ്പി മുന്നോട്ടാക്ക്. സിഗ്നൽ കൊടുത്തിട്ടില്ലല്ലോ ഷാർപ്പിയുടെ. ഗൈസ്, അത് വർക്ക് ചെയ്താൽ തന്നെ അറിയാം. നമ്മൾ ഷാർപ്പി നമ്മൾ പാച്ച് ചെയ്തത് 1:17:33 അല്ലേ, 33:49 അപ്പോൾ വെച്ചപ്പം 49:33 ആദ്യം ആയിപ്പോയി. അപ്പം നമ്പർ അഡ്രസ്സ് മാറിപ്പോയി. അപ്പോൾ നമ്മൾ അഡ്രസ്സ് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇത് 1 ആക്ക്, അത് 49 അടക്കുന്നത്. അപ്പോൾ ഇത് 1 ആക്കാത്തതുകൊണ്ടാണ് അത് വരാതിരുന്നത്. കാരണം ഒരു മെയിൻ വിഷയമാണ്, അഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. 001 എൻ്റർ അടിച്ചോ, എൻ്റർ അവിടെ അടിച്ചോടാ വെച്ചേ. മതി എൻ്റർ. ഓക്കെ, അപ്പോൾ അതായിട്ടുണ്ട്. അപ്പോൾ അതായി. ഇത് 17 കേട്ടോ. അത് നമ്മൾ ടച്ച് സ്ക്രീനാണ് കേട്ടോ. മാക്കിൻ്റെ സാധനം ആയതുകൊണ്ട് എല്ലാം ടച്ചാണ്. ഇപ്പം മിക്കേൻ്റെ ടച്ചാണ്, എൻ്റെ ഇതേ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തങ്ങ് ടച്ച് എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് 17. ഒന്നാമത്തെ ഷാർപ്പി 001, രണ്ടാമത്തെ 17. ഇനി നമുക്കത് ഇതല്ല നമ്മുടെ അഡ്രസ്സും ചെയ്യാം കേട്ടോ. 1, 10, 20, 30, അതല്ലെങ്കിൽ 100, 200, 300, അല്ലെങ്കിൽ 20, 50 അങ്ങനെ ആക്കാം. നമ്മുടെ ഇഷ്ടത്തിന് അഡ്രസ്സ് ചെയ്യാം കേട്ടോ. അപ്പം അതും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയൊന്ന് നോക്കിയാടോ വെച്ചേ. ഗൈസ്, നമ്മൾ വേണ്ടേ ഫൈനലി നമ്മുടെ ഏകദേശം ഒരു 90% പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് പാസേജും പുറത്തും മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഈ വർക്കിൻ്റെ ഇപ്പം നമുക്ക് പ്രോഗ്രാം തന്നിരിക്കുന്ന ആ ഈവെൻറ്റിൻ്റെ ഓണർ ഇപ്പോൾ വരും. അപ്പം പുള്ളി വന്നിട്ട് നമുക്ക് പുള്ളിയോട് ചോദിച്ചിട്ട് എവിടെയാണെന്ന് വെക്കാം. കാരണം അത് ഒരു 10 മിനിറ്റ് പരിപാടിയേ ഉള്ളൂ. ബാക്കി നമ്മൾ പ്രോഗ്രാമിനുള്ള ബാക്ക് ഡ്രോപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 മൂലയ്ക്കും നമുക്ക് LED പാർ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഹൈറ്റ് ചെയ്യണം. നമുക്ക് ചെക്ക് ചെയ്യാനും നമ്പർ ചെയ്യാനും വേണ്ടി നമ്മൾ താത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. സൗണ്ടിൻ്റെ സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഫേസ് ലൈറ്റ് നമ്മൾ 6 വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്പേസിൻ്റെ ഒരു പരിധി, കാരണം ഇവിടെ സ്ഥലക്കുറവുണ്ട്. കാരണം ഇവിടെ ഫുഡിൻ്റെ കൗണ്ടറും അവർ വന്നിട്ട് അവരാദ്യം തന്നെ ഇവിടെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിനകത്ത് സ്പേസിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അവർ ഇവിടെ ചെയ്യാനിരുന്ന ഫുഡിൻ്റെ കൗണ്ടർ അവർ ഇപ്പുറത്തോട്ടാക്കി. കാരണം ഇത്രയും ലെങ്ത് ഉണ്ട് അവരുടെ. അപ്പോൾ ഇത്രയും ഈ സാധനങ്ങളായതുകൊണ്ട് അവർക്കത് ഓർഡറിൽ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഇങ്ങോട്ട് ക്രമീകരിച്ചു. കാരണം നമ്മളോട് ചോദിച്ചു. അപ്പോൾ നമുക്ക് അത്രയും സൗണ്ട് ഫ്രണ്ടോട്ട് തള്ളുമ്പോൾ അതുപോലെ സ്റ്റേജിനും എല്ലാം ബുദ്ധിമുട്ട് വരും. അവിടെ വൈറ്റ് ചെയർ ഇട്ടിരിക്കുന്ന അതിനും ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് അവർ പറഞ്ഞു മാറ്റണ്ട, അവർ അറേഞ്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു പരിപാടികളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫൈനലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പാസേജിൻ്റെ LED പാർ കണ്ടോ അവരെ ചെയ്യുന്നുണ്ട്. ഈ പാസേജ് ഒരു 4 ഫ്ലവർ സ്റ്റാൻഡുണ്ട്, അതൊന്ന് ചെയ്യണം. പിന്നെ പുറത്ത് ഔട്ട്ഡോർ, ഇത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പം ജസ്റ്റിനും കൂടി ഒന്ന് വന്നിട്ട് നമുക്ക് ഫൈനലി നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ ആ കോഡ്ലെസ് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാൻ റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നാ പറയാം, നമുക്ക് ഇത്ര ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ കൂടി വന്ന് ആ സമയത്ത് ഓണാക്കാൻ പാടാം. അത് കാരണം ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുവാണ്. നമ്മൾ റിസീവർ തേണ്ട ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. റിസീവർ ഇതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചാലും നമുക്ക് കിട്ടും, പക്ഷേ ഒന്നും കൂടി സേഫിന് വേണ്ടിയാണ് നമ്മളിവിടെ വെച്ചത്. ഇതാകുമ്പോൾ വലിയ ആളിൻ്റെ ശല്യം വരത്തില്ല. സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ വോളിയം കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുവാണ്. പിന്നെ ഫ്യൂഷൻകാർക്കുള്ള കേബിൾസും കാര്യങ്ങളും മാത്രം കൊടുത്താൽ മതി. അവർക്ക് വൈയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അമ്പാടിയെ നോക്കിയാടാ. ഹലോ 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 ചേ ചേ ഹലോ 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 ടെസ്റ്റിംഗ് ഹലോ 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 ടെസ്റ്റ് ഹലോ ഹലോ ഹലോ. നമ്മളപ്പോൾ ഈ സ്റ്റേജിൻ്റെ മാക്സിമം നമ്മൾ ഫുള്ള് എവിടെ നിന്നാലും കിട്ടും എന്നുള്ള രീതിയിലാക്കി വെക്കുക. കാരണം എന്താ, ആങ്കർ ചെയ്യുന്ന ആൾ ആ നമ്മുടെ ഇന്നത്തെ അതിഥികളെ അവരെ കല്യാണ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ ഒക്കെ അടുത്തോട്ടും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഏത് സ്ഥലത്തോട്ട് വേണേൽ പോവാം. അപ്പം എങ്ങോട്ട് പോയാലും അത് കട്ടാകാതെ അവർക്കൊന്ന് കിട്ടണം. അപ്പം അത്രയും നമ്മളൊന്ന് റെഡിയാക്കി വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ കോർണറിലും മുക്കിലും മൂലിലും എല്ലാം പോയി നമ്മൾ ഓണാക്കി നോക്കുന്നത് കേട്ടോ. ഹലോ ഹലോ ചേ ഹലോ 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 ചേ ഹലോ 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 ചേ ഹലോ 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 ഹലോ. അപ്പം നമ്മുടെ ഏകദേശം ആ സ്റ്റേജിൻ്റെ ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇൻ കേസ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ഓൾറെഡി എന്തായാലും കിട്ടും. അപ്പം സ്റ്റേജിൻ്റെ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്യൂഷനുള്ള സൗണ്ടും കാര്യങ്ങളുമാണ്. നമ്മൾ മോണിറ്ററും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കേബിളെ കാര്യങ്ങൾ ബാക്കിയല്ല. അപ്പം നമുക്കിനി അവർ വന്നു കഴിഞ്ഞിട്ടാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം കീബോർഡ് എവിടെയാണ്, റിതം പാഡ് എവിടെയാണ്, വയലിന് എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പം അവരുടെ കേബിൾസും കാര്യങ്ങളും എല്ലാം ഒതുക്കി വെച്ച് ബാക്കി നമ്മുടെ ഫുള്ള് പണി ഒന്ന് ചെക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി സ്ഥലം വണ്ടിയെ കയറ്റും. അത് കഴിഞ്ഞ് ബാക്കി അവർ വന്നു കഴിയുമ്പോൾ അവരുടെ കാര്യം കൂടെ. ഓക്കെ ഗൈസ്, ദേ അപ്പോൾ ഫൈനലി നമ്മുടെ വർക്കുകളെല്ലാം പൂർത്തിയായി കേട്ടോ. നമ്മുടെ നിയോൺ സ്ട്രിപ്പ് പുതിയത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. കേട്ടോ, നമ്മുടെ നിയോൺ സ്ട്രിപ്പിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. നമ്മളതെല്ലാം ലൈവ് ആക്കിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ന്യൂ ലൈറ്റാണിത് കേട്ടോ. 2 സെക്ഷനും കഴിഞ്ഞു. ഇത് നിയോണിൻ്റെ ടണലാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഫൈനലി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇത് ഓരോ സെക്ഷനാണ്. ഇത് ഫുഡിൻ്റെ സെക്ഷനൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണിച്ചാൽ മതിയല്ലോ. പിന്നെ വൈഡായിട്ട് ഞാനത് കാണിക്കുന്നതേ ഉള്ളൂ. തട്ടുകടയും അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫൈനലി നമ്മുടെ കാര്യങ്ങളെല്ലാം ഇൻഡോർ ലൈറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ ഒരു കളർ കോമ്പയാണ് കൊടുത്തിരിക്കുന്നത്. വാമും ബോർഡറും ആ ഫ്ലവറിന് നീല വരുന്നത് കണ്ടോ. ഈ കളർ കോമ്പയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടലി മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിനും ആ കളർ കോമ്പയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ പാത്രമൊക്കെ വീഴുന്ന ഒച്ചയാണ് കേൾക്കുന്നത് കണ്ടോ. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ സ്റ്റേജിൻ്റെ പാസ് ചെയ്ത് നമ്മൾ മറ്റേ ബബിൾ ലൈറ്റ് കണ്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ സ്റ്റേജ് ഷാർപ്പി കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ലൈറ്റുകളെല്ലാം കണ്ടോ, ഹോളെല്ലാം സെറ്റാണ്. അപ്പം ബാക്കി നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ 1 by 1 ആയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ടായി ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം എല്ലാം അകത്തോട്ടുണ്ട്. അപ്പം നല്ല തിരക്കാണ്. അപ്പം നമ്മളൊന്ന് വൈഡായിട്ടാണ് എല്ലാം മൊത്തം ഒന്ന് കാണിക്കുന്നത് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ടില്ല.
ആ പാറ നമ്മൾ ഇതാവും. അപ്പോൾ ഗൈസ് നമ്മുടെ പരിപാടി ഏകദേശം ഒതുങ്ങിയിരിക്കുക കേട്ടോ. ഏകദേശം ഒക്കെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. നമ്മുടെ ഫ്രണ്ട് വ്യൂ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇനിയും പരിപാടി പൂർണ്ണമായിട്ടൊന്ന് മൊത്തത്തിൽ വൈൻഡപ്പായി വരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് സാധനങ്ങളെല്ലാം ഒതുക്കണം. അതാണ് മെയിൻ കാര്യം. നമ്മുടെ പുതിയ നിയോൺ സ്ട്രിപ്പ് കണ്ടോ, ഫസ്റ്റ് വർക്കായിരുന്നു. അങ്ങനെ വേറെ വലിയ വള്ളിക്കെട്ടൊന്നും ഇല്ലാതെ നമ്മുടെ പ്രോഗ്രാം ഏകദേശം ഒതുങ്ങി. അപ്പോൾ ഇത് കഴിയുമ്പം നമുക്ക് ബാക്കി സാധനങ്ങൾ ഒതുക്കണം. ഇവിടെ സപ്ലൈ പോയി, അതാണ് ഏറ്റവും വലിയ വിഷയം വന്നത്. KCB സപ്ലൈ ഫെയിലായിപ്പോയി. ഇപ്പോൾ ജനറേറ്ററാണ് ഇപ്പോൾ ഫുള്ള് കിടക്കുന്നത്. മിക്കവാറും ഞാനിപ്പോൾ വീട്ടിൽ രണ്ടാമത് നമ്മുടെ വീട്ടിൽ പോയിട്ട് ജനറേറ്റർ വേറെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് വൈകിട്ട് ലൈറ്റിനുള്ള ഒപ്പിച്ചിട്ട് വേണം ബാക്കി മെയിൻ ജനറേറ്റർ ഓഫ് ചെയ്യാൻ. ആ ഒരു അവസ്ഥ നിൽക്കുകയാണ്. അപ്പം അത് കാരണം അങ്ങനെ ചില ടെൻഷൻ നിൽക്കുകയാണ്. എന്താണേലും ഒരു സൗണ്ടുകാരൻ്റെ ഒരവസ്ഥ ഇതൊക്കെ തന്നെ. ഒന്നുകിൽ മഴ അല്ലെങ്കിൽ പവർ ഇല്ലാതാകുക, ഇതാണ് മെയിൻ വിഷയം. അപ്പം എന്തായാലും പരിപാടി ഒതുങ്ങി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നലെ വൈകിട്ട് അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വേറൊന്നുമല്ല, അതിശക്തമായ മഴ, കറണ്ട് ഇല്ലായിരുന്നു, മൊത്തത്തിൽ ഫെയിലായിപ്പോയി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഒരു ജനറേറ്റർ വെച്ചാണ് നമ്മൾ അവിടുത്തെ അത്യാവശ്യ സാധനം അഴിക്കുന്ന എല്ലാം എടുത്തത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പെട്ടെന്നൊന്ന് തീർത്ത് ഓടിച്ചോടിന്ന് ഇറങ്ങാമെന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വീട്ടിൽ വെളുപ്പിനെ എത്തിയത്. അവിടുന്ന് സാധനം എല്ലാം പാക്ക് ചെയ്ത് ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മഴ നോക്കി നിന്നൊക്കെയാണ് സാധനം അഴിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 2 മണി 3 മണിയോളം 2-2:30 3 മണിയോളമാണ്. അപ്പോൾ അത് കാരണം ഇവിടെ വന്ന് സാധനം എനിക്ക് ഇറക്കുകയും ചെയ്യണമായിരുന്നു. അതിശക്തമായ മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പം വന്ന് സാധനങ്ങളെല്ലാം ഇറക്കി എല്ലാവരും നനഞ്ഞ് നാശമായിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഇറക്കിയിട്ട് പോയി. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആകെ മൊത്തത്തിൽ ക്ഷീണിച്ച് ഒരുപാട് ബുദ്ധിമുട്ടായിപ്പോയി. അപ്പം എല്ലാം കഴിഞ്ഞ് എനിക്ക് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഭയങ്കര പാടായിപ്പോയി. വന്ന് കിടന്ന് ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് പോരുന്നതും കയറ്റുന്നതും ഒന്നും എടുക്കാമായിരുന്നു. സാഹചര്യം അതായിപ്പോയി. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ആ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ടിടണം. അപ്പോൾ ഒരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവിടെ എല്ലാവർക്കും ബൈ. ഇന്നലത്തെ സാഹചര്യം അതായതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ അത് അവിടുന്ന് കയറ്റുന്നതൊന്ന് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്ത് ഇടാൻ പറ്റാതിരുന്നത്. സാഹചര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. നമ്മളൊരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ, ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ഈവൻറ്റ് കഴിഞ്ഞ് പവർ മൊത്തത്തിൽ പോയി, മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പം വർക്ക് കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് കേറ്ററിംഗുകാരുണ്ട്, അങ്ങനത്തെ സ്റ്റേജുകാരുണ്ട്, അങ്ങനെ എല്ലാവരും ധൃതിയില്ല. ലാസ്റ്റേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, അറിയാമല്ലോ. ആദ്യം ഒരു പ്രോഗ്രാം സ്ഥലത്ത് ആദ്യം ചെല്ലുന്നത് നമ്മൾ, പക്ഷേ ഏറ്റവും അവസാനം പോകേണ്ടത് നമ്മൾ വായിപ്പോ. അങ്ങനെ സാഹചര്യങ്ങളെല്ലാം ഇന്നലെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ വർക്കെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു, സന്തോഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റായിരുന്നത് പോരുന്ന ഒന്നും. അതുകൊണ്ട് അത് എല്ലാവരും സദയം ക്ഷമിക്കുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.